ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഇന്നത്തെ വായനഭാഗം യിരെമ്യാ പ്രവചനം 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 32-ാം വാക്യം. ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വേദപുസ്തകത്തിൽ പേരു പറയപ്പെടാത്ത ഭൂതഗ്രസ്തനായ ഒരു ഊമനെ യേശു സൗഖ്യമാക്കുന്നു. ചില വ്യക്തികളാണ് അദ്ദേഹത്തെ യേശുവിനരികിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യനെ ദ്രോഹിക്കുന്ന 2 അമാനുഷിക സത്വങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ കാണുന്നു. അതിലൊന്നിനെ വിശേഷിപ്പിക്കുന്നത് ഡൈമോണിയൻ എന്ന പദം ഉപയോഗിച്ചാണ്. ഭൂതങ്ങൾ എന്നാണ് ഇവയെ സാധാരണ പറയുന്നത്. ഇവ മനുഷ്യനിൽ പ്രവേശിച്ച് അയാളുടെ സമനില തെറ്റിക്കുകയോ രോഗിയാക്കുകയോ ചെയ്യുന്ന ഉപദ്രവകാരിയാണ്. ഈ വക ഭൂതങ്ങളെ യേശു കർത്താവ് പുറത്താക്കുകയും അവർക്ക് സുബോധം നൽകുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാമത്തേത് ഡിയാബലോസ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു പരീക്ഷകൻ ആണ്. ദൈവത്തിൻ്റെ എതിരാളിയായി മനുഷ്യരെ തെറ്റു ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നവനാണ് പരീക്ഷകൻ. യേശുവിനെ പരീക്ഷിക്കുന്നതും ഈ പരീക്ഷകനാണ്. ഭൂതത്തിനോ സാത്താനോ പരമ അധികാരമില്ല. എന്നാൽ ദൈവ ആത്മാവിനാൽ അവയെ പുറത്താക്കുവാനുള്ള അധികാരം യേശു കർത്താവിനുണ്ട്. അതിൻ്റെ അടയാളമായിട്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കിയതും സൗഖ്യമാക്കിയതും. യേശു കൽപ്പിച്ചാൽ മാത്രം മതി, തൽക്ഷണം ഭൂതങ്ങൾ പുറത്താകും. ഇവിടെയും ഊമനായ ഭൂതഗ്രസ്തനെ യേശു കർത്താവ് സുഖപ്പെടുത്തുന്നു. എന്നാൽ ഈ സൗഖ്യം കണ്ടിട്ട് ഒരു കൂട്ടർ യേശു കർത്താവിൽ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 33-ാം വാക്യത്തിൽ കാണാം. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ച് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടർ ഇവിടെ അവിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരീശന്മാരോ ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ യേശു കർത്താവിനെ വിമർശിക്കുന്നതായ ഒരു കൂട്ടരുണ്ട്. വിമർശകർ യേശു കർത്താവിൻ്റെ സൗഖ്യപ്പെടുത്തലിൻ്റെ ആവശ്യകതയെ അല്ല മനസ്സിലാക്കുന്നത്, മറിച്ച് എന്ത് അധികാരത്തിലാണ് സൗഖ്യം നൽകിയത് എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. 3 കാര്യങ്ങളിലൂടെ ഇവിടെ യേശു കർത്താവ് അവരുടെ വിമർശനത്തെ ഖണ്ഡിക്കുന്നതായി കാണാം. 1, ഭിന്നിപ്പ് രാജ്യത്തെയും ഭവനത്തെയും നശിപ്പിക്കുന്നു. പിശാചിൻ്റെ രാജ്യത്തിൽ ഭിന്നിപ്പുണ്ട്. അതിനാൽ ഈ സൗഖ്യപ്പെടുത്തലിലൂടെ പിശാചിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു എന്ന് യേശു കർത്താവ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, ബാധ ഒഴിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹൂദരും ഉണ്ട്. അവരും പിശാചിൻ്റെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടാണോ അത് നടത്തിയിരുന്നത്? അല്ല എങ്കിൽ ഞാനും പൈശാചിക ശക്തി ഉപയോഗിച്ചിട്ടില്ല എന്ന് യേശു കർത്താവ് ഇതിലൂടെ വ്യക്തമായി പറയുവാനായി ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട്, ദൈവകരമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിനാൽ പിശാചിനെ ബന്ധിക്കുവാൻ കഴിവുള്ള ക്രിസ്തുവാണ് ഇവിടെ സൗഖ്യം നൽകിയത് എന്ന് യേശു കർത്താവ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവജനമേ, ഇവിടെ സംഘർഷത്തിൻ്റെയും കുരിശിൻ്റെയും നിഴൽ യേശു കർത്താവിൻ്റെ മേൽ വീഴുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പരുക്കും പറ്റാത്ത ഒരു ഇന്ദ്രജാലക്കാരനല്ല യേശു. എന്നാൽ അവൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. കുരിശിൻ്റെ തണലിലാണ് അവയ്ക്ക് അർത്ഥം കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ആ കുരിശിൻ്റെ തണലിൽ അഭയം കണ്ടെത്തുവാനായിട്ട് നമുക്കും ഒരുങ്ങാം. നമ്മുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ ആ കുരിശിൻ്റെ തണലിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ കുരിശിൻ്റെ തണലിലെ സൗഖ്യം അനുഭവിപ്പാൻ ഞങ്ങളെയും ഒരുക്കണമേ. ആമേൻ.